പുള്ളി കാണുമ്പോഴൊക്കെ പറയും. ചിലപ്പോൾ നമ്മൾ പുള്ളി പിന്നെ വാനൊക്കെ വാങ്ങിച്ചു, അതിൻ്റെ ഒരു ബൈക്കായിരുന്നു. നമ്മൾ നാടവണ്ടിയുടെ ഫ്രണ്ടിലെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താൻ ഈ കോപ്പം നിർത്തിയിട്ടും സിനിമയിലേക്ക് ഇഷ്ടംപോലെ ചാൻസ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് വേഷം ചെയ്യുന്ന പുള്ളിക്കറിയാം. സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ സംഭവങ്ങൾ, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചാൻസ് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചാൻസുകളൊന്നും വരുന്നില്ല. ഞാൻ ജൂനിയർ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. വർഗീസിനേക്കാൾ ഒരു 5 വയസ്സ് കുറവുണ്ട്, പക്ഷെ അവനെ കണ്ട പ്രായം കൊണ്ടുവന്നു. കാരണം വെച്ചാൽ അവനന്ന് കഷണ്ടിയുണ്ട്, ഞാൻ കഷണ്ടിയതിൻ്റെ ഗ്ലാമറായിട്ട്. ലോകത്തിൽ ഇത്രയും റിസ്ക്കുള്ളൊരു പണിയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല നാടക ട്രൂപ്പ് നടത്തുന്നത്. ഞാൻ ഉൾപ്പെടെ ഈഗോ ഉള്ളവരാണ്. എൻ്റെ വിചാരം ഞാൻ ഏറ്റവും വലിയ നടൻ ഓക്കെയാണ് എന്നുള്ള ധാരണ. ഒറ്റ ഡയലോഗുള്ളൂ, ഡേ ഉപകരണ സേവ മതിയായില്ലേ വാ എന്ന് പറയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് വരുന്നതാണ്. അത് ചേട്ടാ ഡേ ഡേ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ പുള്ളി നിൽക്കുകയാണ്. നോക്കി ഡേ കുംഭകർണ സേവ മതിയായില്ലേ വാ പുള്ളി പിറകെ. അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച പടം അങ്ങനെ മമ്മൂട്ടി കൂടെ വന്നു. കൂട്ടുകാരന്മാർ വിളിക്കുമ്പോൾ പുള്ളി ഫോൺ എടുക്കും, ഡാഡി നിന്നിട്ട് ഡാഡി എന്തിട്ട് സംസാരം ഹലോ വീട്ടിൽ നാടകം നയിക്കും. ഈ നാടകം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ട്, അതായത് അച്ഛൻ പറഞ്ഞ് നാടകം തുടങ്ങി, ട്രൂപ്പ് തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രൂപ്പിൽ അച്ഛൻ തന്നെയാണ് നാടകം എഴുതുന്നത്, സംവിധാനം? അഭിനയം മാത്രമേ ഉള്ളൂ, അഭിനയ സംവിധാനം. എഴുത്ത് ചെറിയ നാടകങ്ങളൊക്കെ എഴുതി, വലിയ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടാവുന്ന ചെയ്തില്ല. കാരണം എനിക്കത് പോരാന്ന് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂപ്പിലാകുമ്പോൾ നമ്മൾ എൻ്റെ സ്ക്രിപ്റ്റ് പോരാന്നുള്ളത് കൊണ്ട് പുറത്തുള്ളവരെ കണ്ട് എഴുതിക്കുന്നത്. ആദ്യം എൻ ഗണേശൻ്റെ നാടകം എഴുതി, പിന്നെ ഒരു ഡോക്ടർ ഇന്ദുമാറിൻ്റെ, പിന്നെ ശ്രീമൂലധര മോഹൻ്റെ, പിന്നെ അഡ്വക്കേറ്റ് മണിലാൽ, പിന്നെ അങ്ങനെ അനിൽ വാസ് തുടങ്ങി, പിന്നെ നമ്മുടെ ജോൺ ഫെർണാണ്ടസ് MLA, പിന്നെ പൊൻകുന്നം വർഗീസ് സാറിൻ്റെ ഒരു നാടകം ചെയ്തു. അങ്ങനെ വലിയ വലിയ ആളുകളുടെ നാടകങ്ങളാണ്. ഈ നാടകങ്ങൾ ചെയ്തപ്പം നായകനായിട്ട് തന്നെയായിരുന്നോ കൂടുതലും, അതോ നമ്മൾ കഥ? ഇപ്പം ഞാൻ പറയാം, ഞാൻ ചെറുതിലെ ഇപ്പം തള്ളാണെന്നൊക്കെ വിചാരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ നാടകമൊക്കെ എഴുതിയിട്ട് നമ്മൾ പിള്ളേരെ കൊണ്ട് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കും. അപ്പം അതിലൊരു പ്രധാന ഒരു കഥാപാത്രം ഉണ്ടാവും എപ്പോഴും. നമുക്കത് ഭയങ്കരമായിട്ട് അതിൻ്റെ മാനറിസം ഒട്ടുമിക്ക പ്രാവശ്യം നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ മാനറിസത്തിൽ നിന്നായിരിക്കും എഴുതുന്ന ഒരാൾ, ചിന്തിക്കുന്ന ഒരാൾ, ചിലപ്പോൾ ഒരാൾ കാണുമായിരിക്കാം, അവർക്ക് ആ മാനറിസം കടമെടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അച്ഛൻ എങ്ങനെയായിരിക്കാം കഥകൾ കൂടുതൽ തിരഞ്ഞെടുക്കുക? ഞാൻ അങ്ങനെയല്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ അന്ന് ഞാൻ അറിയപ്പെടുന്നില്ലല്ലോ. ഞാൻ അവസരം വന്നേക്കുന്ന ആള്. ഞാൻ ചെറിയ വേഷം എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറായിരിക്കെങ്കിലും ചെറിയ വേഷങ്ങളായിരിക്കും ആദ്യമൊക്കെ ചെയ്തിരുന്ന. പ്രായമുള്ള വേഷങ്ങൾ അന്ന് അങ്ങനെയാണ്. പ്രായമുള്ള വേഷങ്ങൾ കുറേ അഭിനയിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആദ്യത്തെ അങ്ങനെ ജഡ്ജ്, വക്കീൽ, പിന്നെ ഡോക്ടർ, ഇങ്ങനെയുള്ള വലിയ വലിയ കാരണവർ, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം അമച്ചറ കളിക്കുമ്പോൾ. പ്രശ്നം വന്നപ്പോഴേക്കും അത് സ്റ്റൈലം മാറി. ആദ്യത്തെ അതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്ന ശരറാന്തൽ മേജർ ഡോക്ടർ NF വർഗീസ് ആയിരുന്നു. ഞാൻ ജൂനിയർ ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. വർഗീസിനേക്കാൾ ഒരു 5 വയസ്സ് കുറവുണ്ട്, പക്ഷെ അവനെ കണ്ട പ്രായം കൊണ്ടുവന്നു. കാരണം വെച്ചാൽ അവനന്ന് കഷണ്ടിയുണ്ട്, ഞാൻ കഷണ്ടിയതിൻ്റെ ഗ്ലാമറായിട്ട് പ്രായം തോന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ ജൂനിയർ ഡോക്ടർ, പിന്നെ അവൻ സൈസും ഉണ്ട്. ഞാൻ അങ്ങനെ ജൂനിയർ ഡോക്ടറായിട്ടാണ് ആ പടത്തിൽ വർഗീസ് 2 കൊല്ലം ഉണ്ടായിരുന്നു. പിറ്റേ വർഷം അച്ഛൻ്റെ സമിതിയിലായിരുന്നു അതോ? എൻ്റെ സമിതിയിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു. പൗർണമിയിൽ 2 വർഷം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് പുള്ളി മൈത്രിയാല കേന്ദ്രത്തിലായിരുന്നു. അവിടെ പുള്ളി 4-5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മാറി പുള്ളി. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, NF വർഗീസ് സാറൊക്കെ ഉണ്ടായിരുന്നപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഒരു അവസരം? കാരണം സിനിമയിലേക്ക് പോയല്ലോ. സിനിമയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നാടകം നിർത്തി പുള്ളി ഈ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, രണ്ടാമത്തെ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലാഭവൻ തുടങ്ങുന്നത്, മിമിക്സ് പരേഡ്. ആദ്യമായിട്ടൊരു മിമിക്സിൻ്റെ ട്രൂപ്പ് ആവേലസം തുടങ്ങുന്നത്. അപ്പോൾ വർഗീസ് അവിടെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളി അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ആ വർഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് പ്രോഗ്രാം കുറവാണ്. അപ്പോൾ പിറ്റേ വർഷം വന്നപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല, കാരണം നമുക്ക് സ്ഥിരമായിട്ട് തന്നെ വേണം. അപ്പോൾ പുള്ളിക്കും പ്രശ്നമുണ്ട്. പുള്ളി പിന്നെ വേറെ കമ്പനിയിൽ പോകുന്നുണ്ട്, അത് ഉറപ്പായിട്ടൊരു ടൂൾസിൻ്റെ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട്. അങ്ങനെ പുള്ളി വേറെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ട്രൂപ്പിലായിരുന്നു. പിന്നെ പുള്ളി സിനിമയിലേക്ക് കയറി, അങ്ങനെ കയറിപ്പോയി. ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ സിനിമയിൽ ഞങ്ങളെപ്പോഴും നല്ല ബന്ധമുണ്ട്. പുള്ളി കാണുമ്പോഴൊക്കെ പറയും. ചിലപ്പോൾ പുള്ളി പിന്നെ വാനൊക്കെ വാങ്ങിച്ചു, അതിൻ്റെ ഒരു ബൈക്കായിരുന്നു. നമ്മൾ നാടവണ്ടിയുടെ ഫ്രണ്ടിലെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താൻ ഈ കോപ്പം നിർത്തിയിട്ടും സിനിമയിലേക്ക് ഇഷ്ടംപോലെ ചാൻസ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് വേഷം ചെയ്യുന്ന പുള്ളിക്കറിയാം. പുള്ളി എൻ്റെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അറിയാം ആ പടത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നാടകം കുഞ്ഞാണ്ടി മാഷായിരുന്നു ഡയറക്റ്റ് ചെയ്തത്, M കുഞ്ഞാണ്ടി, കോഴിക്കോട്. അപ്പോൾ മാഷ് ഞങ്ങൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് റിഹേഴ്സൽ തുടങ്ങാൻ നേരത്തെ ഒരു ടെലിഗ്രാം വരാണ്,
മദ്രാസിലേക്ക് ഉടനെ എത്തണം, ഒരാഴ്ചയ്ക്ക് പടത്തിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ മാഷൊക്കെ ആകെ വിഷമമായി. ഇതാണ് തുടങ്ങുകയും ചെയ്തു. സിനിമയ്ക്ക് പോയില്ലെങ്കിൽ പ്രശ്നം. അവർ മാഷ് പൊക്കെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പണി എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു പണി ചെയ്യുന്നു നമുക്ക്. അല്ല അപ്പോൾ ജോർജ് ഒട്ടുവലി ഇങ്ങനെ ജിയോസ് എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടുണ്ട്. ജോസോട്ട് അതിൻ്റെ അഭിനയിക്കുന്നുണ്ട്, ജിയോസ് ഇങ്ങനെ സീനിയർ ആർട്ടിസ്റ്റ്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തു, ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ മാഷ് എൻ്റെ എനിക്കൊരു ബാഗും ഒരു 100 രൂപയും തരണം, പിന്നെ സെറ്റിലേക്ക് വന്നേക്കാല്ലേ. ഞാൻ പിടിക്കാതെ അറേഞ്ച് ചെയ്തൊരു സൂട്ട് കേസും അറേഞ്ച് ചെയ്ത് കൊടുത്തു. പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വന്നു. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിറ്റിംഗ് റിഹേഴ്സൽ ഇടുന്ന, അതാണ് ഞാൻ വെച്ചർ കളിക്കുമ്പോൾ എപ്പോഴും അത് തന്നെ വെറുതെ ഇരുന്ന് ഡയലോഗ് പഠിച്ചതിന് ശേഷം സെറ്റിലേക്ക് ഇടുള്ളൂ. ആദ്യം നമ്മൾ നാടകത്തിലൊരു റിഹേഴ്സൽ പോലെ മൊത്തം ഇരുത്തി പഠിച്ച് ഡയലോഗ് എടുത്തതിന് ശേഷമാണ് തട്ടകത്തിലേക്ക് കയറ്റത്തുള്ളൂ. അപ്പോൾ ഗണേഷ് ഇതിപ്പോൾ അങ്ങനെയല്ലായിരുന്നു. പുള്ളി ആദ്യം തന്നെ അങ്ങനെ തുടങ്ങായിരുന്നു. ആദ്യത്തെ നാടകത്തിൽ പുള്ളി സംവിധാനം പുള്ളി തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവരും പറഞ്ഞു ഓക്കെ. കാരണം വറീസൊക്കെ മറ്റ് വേറെ ട്രൂപ്പിൽ വന്നേക്കുന്നതാണല്ലോ. പിന്നെ വേറെ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഇത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ വർഗീസിന് ഈ ക്യാരക്ടർ പിടിയിടുന്നില്ല. അവർ പറഞ്ഞു പുള്ളിയെ എനിക്ക് ആ ക്യാരക്ടർ എന്താ ചെയ്യുക, അതൊരു എക്സെൻട്രിക് ക്യാരക്ടറാണ്, ഒരു കൈ തളർന്നു പോയിട്ട് പ്രത്യേക സംഭവം കണ്ടിട്ട് അങ്ങനത്തെ ക്യാരക്ടർ. പുള്ളിന് ഇതെന്താ എനിക്ക് മനസ്സിലാവുന്ന ഈ ക്യാരക്ടർ, തനിക്ക് അതിൻ്റെ ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതൊന്നും കാണിച്ചു തരാമോ. അപ്പോൾ ഞാൻ സാധനം ചെയ്തു. മതി ഓക്കെ, ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പുള്ളി പിന്നെ അപ്പോൾ അങ്ങനെ പുള്ളീനെ എനിക്കൊരു സംവിധായകനാക്കി ഞാൻ തന്നെ ചെയ്ത. അത് എങ്ങനെ വരുന്നവരെ ഞാൻ തന്നെ. അപ്പോൾ മറ്റുള്ള ആക്ടേഴ്സിനും പറഞ്ഞ് താൻ തന്നെ ചെയ്താലോ, ഞാൻ മെച്ചർ ചെയ്യാറുണ്ട്. ഓക്കെ. അവർ താൻ തന്നെ ചെയ്യണു. പിന്നെ മാഷ് വരുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തല്ല ചെയ്ത്. അപ്പോൾ കാരണം നമുക്ക് നിർത്തണം, ക്യാമ്പ് നിർത്തണ്ടെന്നാണ് തീരുമാനം. അങ്ങനെ ഞാൻ മാഷ് വരുന്നവരെ ഞാൻ തന്നെ ചെയ്തു. മാഷ് വന്ന് ഒരു എഴുതിട്ട് പറഞ്ഞു ഇനി ഞാൻ തന്നെ ചെയ്യേണ്ട, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയാം മാഷ് ചെയ്യുന്നവർ. പിന്നെ മാഷ് പോയില്ല കേട്ടോ. മാഷ് വന്ന് എൻ്റെ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഈ 100 കൊണ്ട് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞു അത് കയ്യിൽ വയ്ക്കുക, ഞാൻ വാങ്ങിച്ചോളും തന്നെ പറഞ്ഞിട്ട് പുള്ളി പൈസ ടീയെ പോലും വാങ്ങിക്കാതെ പുള്ളി വന്ന് വർക്ക് ചെയ്തുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പരീസിൻ്റെയും സംവിധാനം ഞാൻ. അപ്പോൾ പുള്ളി എൻ്റെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പറയും. അപ്പോൾ എൻ്റെ ഈ പരീക്ഷയ്ക്ക് കാണിച്ചു വാങ്ങിക്കുന്നത് ഇതെല്ലാം പുള്ളിക്ക് അറിയാം. ഇതിൻ്റെ അത് നിർത്തണോ, ഇത് ഇങ്ങനെ തലവേദന, ട്രൂപ്പ് കൊണ്ടാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു എത്ര പേരുണ്ടാവും, ഒരു 20 പേരോളം? അന്ന് 22 പേരുണ്ട്. ഓർക്കസ്ട്രയാണ്. 3-ാമത്തെ വർഷം 4-ാമത്തെ നാടകമായപ്പോഴേക്കും ഓർക്കസ്ട്ര നിർത്തി. കാരണം സ്ഥിരം പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ, ക്ലാഷുകൾ, അത് ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് 4-ാമത്തെ വർഷം റെക്കോർഡിങ്. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ മാന്നാർമത്തായി സ്പീക്കിങ്ങിലെ ഇന്നസെന്റിന്റെ എൻ്റെ മനസ്സിൽ, കാരണം നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെ ഒരാളെയാണല്ലോ. കറക്റ്റാണ് സംഭവങ്ങൾ. എടുത്ത് വെച്ചിട്ട് കയറ് വണ്ടികൾ പറയുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഞാനിതൊക്കെ കാണുന്നുണ്ട് എൻ്റെ കണ്ണില്. പക്ഷെ ഇന്നസെന്റിനെ വെച്ചിട്ട് ആ ഒരു ഇതാണ് മറ്റേ റിഹേഴ്സലും കാര്യങ്ങളും എല്ലാരെയും കൊണ്ട് എത്തിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞില്ല ബഹളമാണെന്ന് അവര് തമ്മില്, ഈ നായകന്മാർ തമ്മിലുള്ള ക്ലാഷസ്, ആയിട്ടുള്ളവരുള്ള ക്ലാഷസ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലേ. ഈ ലോകത്തിൽ ഇത്രയും റിസ്ക്കുള്ളൊരു പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാടക ട്രൂപ്പ് നടത്തുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാകാരന്മാരെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെ ഒക്കെ ഈഗോ ഉള്ളവരാണ്. എൻ്റെ വിചാരം ഞാൻ ഏറ്റവും വലിയ നടൻ ഒക്കെയാണ് എന്നുള്ള ധാരണ എനിക്ക്. തൻ്റെ ധാരണ ഇതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയാണ് ഒരു ഈഗോ വരുന്നതൊക്കെ എനിക്ക് എതിരെയാണല്ലോ. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ സോൾവ് ചെയ്ത് ശരിക്കും പറഞ്ഞ ഒരു റിംഗ് മാസ്റ്ററുടെ കഴിവ് വേണം കൊണ്ട് കിടക്കണമെങ്കിൽ. കറക്റ്റ് പല സമിതിയിൽ നിന്ന് വന്നവരൊക്കെ അല്ലേ വലിയ വലിയ ടീമിലേക്ക് വന്നേക്കാം. അവരൊക്കെ ഇങ്ങനെ സോപ്പിട്ട്, കാരണം ഒരു വർഷം നമുക്ക് ആ ടീമിൽ വെച്ച് തന്നെ നാടകം നടത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം പോകും. പിന്നെ അല്ലെങ്കിൽ അത്ര ടോപ്പ് അറിയാവുന്ന അത്ര ഇതായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് പിന്നെ അങ്ങനെ കിട്ടുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വളരെ നേക്കിലാണ് ഇത് കൊണ്ടുനടക്കുന്നത്. ഷൗട്ടിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യും, ചെയ്തവരോട് ചെയ്തേയും പറയും. ആ സമയത്ത് ആ സീനൊക്കെ കഴിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഒരാർക്കും പ്രശ്നമില്ല. എൻ്റെ കൂടെ വർഷങ്ങളോളം നിന്നവരൊക്കെ ഉണ്ട്. അല്ല, എല്ലാവരും പൗലാസേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. അതെ. പിന്നീട് ഞാൻ സംവിധാനം ചെയ്യാൻ തുടങ്ങിയില്ല. 5-ാമത്താണ് തുടങ്ങി ഞാൻ സംവിധാനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിലെങ്കിലും അവർ ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചിട്ട് സോൾവ് ചെയ്യുന്നതൊക്കെ. അല്ല, ആ പടത്തിനകത്ത് എപ്പോഴും മത്തായി ചേട്ടാ അവനിങ്ങനെ ഒരാൾ വന്ന് പറയുന്നു, ആ പരാതി കേൾക്കുന്നു, ഇപ്പുറത്തെ ആൾ വരുന്നു, പരിഹരിക്കാൻ പാടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയുമ്പോഴേക്കും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തട്ടി പൊടിച്ചു, അവരെന്ത് ചെയ്തിട്ട് സോപ്പിട്ട് പൊടിച്ചു, എന്നിട്ട് പറഞ്ഞ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അതായത് റിംഗ് മാസ്റ്റർ തന്നെ ശരിക്കും 20 വർഷം കൊണ്ടുവരുന്നത്. 20 വർഷം വലിയ ടാസ്ക്കാണ്. പുള്ളി പറയുന്നത് താഴെ നിർത്ത് ഇതിനെ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ താൻ നോക്കിക്കോ,
താനിങ്ങനെ അന്ന് പുള്ളിക്ക് വില്ലൻ വേഷങ്ങളൊക്കെ കിട്ടുന്നത്. താനീ കണ്ടവരുടെ ഇടിയും കൊണ്ട് ഇങ്ങനെ നടന്നോ താൻ, കാശും കിട്ടുന്നില്ല. ഞാൻ ഇതാ നോക്കിക്കോ, ഞാൻ ഇവിടെ ശങ്കരാഭരണത്തിൽ സ്വാമിയാജുലി ചെയ്ത മാതിരി ഈ സാധനമൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് അന്ന് കേട്ടൊക്കെ ഉള്ളൊരു സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നാഷണൽ അവാർഡൊക്കെ വാങ്ങിക്കുമ്പോൾ താൻ അന്ന് ഇടികൊണ്ട് കിടക്കും എന്നൊക്കെ പറയുള്ളൂ. പുള്ളി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ ഹിറ്റ് പടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും പുള്ളി വണ്ടി നിർത്തി നമ്മളോട് സംസാരിക്കുകയും പിടിക്കുകയും ഒരു താമാടും ഞാൻ തന്നെ എല്ലാം പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് കഴിഞ്ഞ് ട്രൂപ്പ് നിർത്തി 2001 ട്രൂപ്പ് നിർത്തി. 20 വർഷം കഴിഞ്ഞ് ട്രൂപ്പ് നിർത്തിയപ്പോൾ ഒത്തിരി ബന്ധങ്ങൾ പിള്ളാശ്ശേരി, ജയപിള്ളാശ്ശേരി, ബാബു പിള്ളാശ്ശേരി ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ സ്ക്രിപ്റ്റ് റൈറ്റർമാർ, പിന്നെ വെന്നഫോറീസ് തുടങ്ങി പിന്നെ ഒത്തിരി പേര് പോൾ വെങ്ങൽ തുടങ്ങി ഒത്തിരി പേര് ഇങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ മാധ്യമങ്ങളിൽ ചിത്രഭൂമി, വെള്ളി നക്ഷത്രം തുടങ്ങിയുള്ള സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് മുതലുള്ള പത്രങ്ങളിലൊക്കെ എൻ്റെ നാടകങ്ങളുടെ റിവ്യൂ ഒക്കെ വരുന്നു. ഇവിടെ മുഴുവൻ കളിക്കുന്നു. അപ്പോൾ നമുക്ക് സിനിമയിൽ ചെല്ലുമ്പോൾ ചാൻസുകൾ ഇഷ്ടം പോലെ കിട്ടുന്നുള്ള ധാരണയുണ്ട്. പിന്നെ അതിനിടയ്ക്കൊക്കെ സീരിയലിൽ ഇതിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചായിരുന്നു. കാരണം അത് സീരിയൽ തുടങ്ങിയിട്ടുള്ളൂ. 13 എപ്പിസോഡൊക്കെ സീരിയലുകൾ അതൊക്കെ വന്നെങ്കിലും കാരണം രണ്ടും കൂടി വേണ്ട, ഒന്നിനും ഒരു സ്ഥലത്ത് നിൽക്കുക, അതിങ്ങനെ നിർത്തിയിട്ട് തുടങ്ങുള്ളൂ. അങ്ങനെ സിനിമയ്ക്കൊന്നും പോയായിരുന്നു. അതിനുവേണ്ടി നാട് നിർത്തിയിട്ട് ഇനി സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ സംഭവങ്ങൾ, വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചാൻസ് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചാൻസുകളൊന്നും വരുന്നില്ല. എങ്ങനെ ഏകദേശം 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു സിനിമയിൽ അവസരം കിട്ടുന്നത്. 2004 ബ്ലസ്സിയുടെ കാഴ്ചയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയരാജിൻ്റെ ഫോർ ദി പീപ്പിൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ ബസ്സിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു പയ്യൻ അതിൻ്റെ ഇടയ്ക്ക് തയ്യൽ കടയൊക്കെ നേരത്തെ നിർത്തിയിട്ടോ. ഞാൻ കൊടിമരം നാടകമൊക്കെ ഡെയിലി കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിർത്തി. കാരണം ഇത്തരം കംപ്ലയിൻറ്റുകൾ വരും, ഒരു കാര്യമില്ലാത്ത കംപ്ലയിൻറ്റുകൾ ഇല്ലാതെ ഞാനില്ലാത്ത ഉള്ള ആളുകളുടെ ഒരു ഇതാണ് ഞാൻ നിർത്തിക്കളഞ്ഞു. പിന്നെ എൻ്റെ ആവശ്യം വന്നിട്ട് നാടകങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. നാടകം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിനിമയില്ല, നാടകവും ഇല്ലാത്ത അവസ്ഥ വീണ്ടും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കട വേറെ നമ്മുടെ ഒരു ശിഷ്യനെ കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം വർക്കൊക്കെ ചെയ്യും. ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് വന്ന് ഇടയ്ക്ക് ഷോർട്ട് ഫിലിമൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്, അതൊക്കെ ചെയ്യും. പിന്നെ നാടകങ്ങൾക്ക് മാർക്കിടാൻ പോലും സ്കൂൾ തലത്തിലും മറ്റേ ജില്ലാ തലത്തിലൂടെയൊക്കെ പോയിട്ട് മാർക്കിടാനൊക്കെ പോകും. പിന്നെ ചെറിയ നാടകങ്ങൾ എഴുതിയിട്ട് ചെറിയ നാടകങ്ങൾ എഴുതിയിട്ട് അഭിനയിക്കാം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ യൂണിറ്റുകളുടെ വാർഷികങ്ങൾക്ക്, സംഘടനകളുടെ വാർഷികങ്ങൾക്ക് ഒക്കെ അങ്ങനെ സ്കൂളുകളിലേക്കൊക്കെ നാടകം എഴുതി സംവിധാനം ചെയ്തും ചെറിയ നാടകങ്ങൾ അങ്ങനെ ഫീൽഡിൽ വിട്ടിട്ടില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ട്രൂപ്പ് നിർത്തിയിട്ട് എല്ലാം കംപ്ലീറ്റ് നിർത്തിയിട്ട് സിനിമയിലേക്ക് വന്നേക്കുന്നത്. സിനിമ അങ്ങനെ ഈ ഫോർ ദി പീപ്പിളിലേക്ക് ഒരു പയ്യൻ പറഞ്ഞു, ചേട്ടാ അവിടെ ഈ ജയരാജിൻ്റെ ഫോർ ദി പീപ്പിളിലേക്ക് എന്നെ ഫിക്സ് ചെയ്തിരുന്നതാണ്. എൻ്റെ കാലൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ചേട്ടനത് പോകും. ഞാൻ പറഞ്ഞു നീ ചേട്ടൻ വേണ്ട, ചേട്ടൻ ചെന്നാൽ മതി. വൈറ്റിലാണ് അവരുടെ പൂജ സ്റ്റുഡിയോയിലാണ്, അവിടെയാണ് ഇത് പൂജ ലോഡ്ജിലാണ് അവരുണ്ടാവും. രാവിലെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ തന്നെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് റിസപ്ഷൻ ചോദിച്ചു പറഞ്ഞു, ചേട്ടാ അവർ പോയില്ലോ, ലൊക്കേഷനിലേക്ക് പോയില്ലോ, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ആരില്ല, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ആരൊക്കെ ഉള്ളതെന്ന് അറിയില്ലെന്ന്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ജഗക്കെ എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നടനാണ്. പുള്ളി മോനെ എന്ത് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി വന്നു. അപ്പം ജഗപ്പേട്ടൻ ബ്ലസ്സിയുടെയൊക്കെ ഒരു ഗുരു എന്ന് പറയാവുന്ന രീതിയിലുള്ള ആളാണ്. ബ്ലസ്സിയുടെ എല്ലാ പടത്തിലും പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഇന്നും പാക്കപ്പാണ്. അപ്പോൾ ലാസ്റ്റ് ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുന്നതാണ്, ഇന്ന് ബാക്കപ്പായി. ഇതെന്താ അറിഞ്ഞില്ല. ഞാൻ പറയില്ല, ഇപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു വന്നാറ്. എന്തായാലും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബ്ലസ്സിയുടെ റൂമിലേക്കുണ്ട്. ബ്ലസ്സിയെ പരിചയപ്പെടുത്തി. ബ്ലസ്സി ഇയാൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ആൽബം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പല പോസിലുള്ള ഫോട്ടോസൊക്കെ. അപ്പോൾ അത് പുള്ളി നോക്കിയിട്ട് പുള്ളിക്ക് സംഭവം അത് കൊള്ളാമല്ലോ, വെറൈറ്റി സംഭവങ്ങളുള്ള ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ എടുത്തോളാം പറഞ്ഞ് ഇങ്ങനെ എടുത്ത് പുള്ളി എൻ്റെ നമ്പർ തരാം. അപ്പോൾ ചേട്ടൻ നമ്പർ ഞാൻ എൻ്റെ ഫോട്ടോയുടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ നമ്പർ വന്നിട്ട് വിളിക്കിട്ടുമെന്ന് പറഞ്ഞു. ഒരു വർക്കിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുള്ളി വിളിക്കും, ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചേട്ടാ ഞാൻ പടം തുടങ്ങാൻ തീരുമാനിച്ചു, അപ്പോൾ വർക്കായിട്ടില്ല, അപ്പോൾ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കട്ടെന്ന് പറയും. അങ്ങനെ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാറില്ല. ഒരു ദിവസം ഒരു പേപ്പറിൽ ഒരു കാണുന്നു, അവിടെ ആലുവയിൽ YMCAയിൽ ക്യാമ്പ് നടക്കുന്നു, 3 ദിവസത്തെ ക്യാമ്പ്. ബ്ലസ്സിയുടെ പുതിയ സിനിമ കാഴ്ച, മമ്മൂട്ടി നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട്
രാവിലെ തന്നെ വേഗം അവിടെ ചെന്നു. അവിടെ ചെന്ന് പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തെ പിന്നെ വിളിക്കായിരുന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കുടിച്ചപ്പോൾ ആയിട്ടുണ്ടാവില്ല ധരിച്ചു. ശരി ശരി. വേഗം പുള്ളി ഒരു അസിസ്റ്റൻറ്റുമാരെ വിളിച്ചിട്ട് അതെ പോലീസ് സ്റ്റേഷൻ്റെ അപ്പോൾ ഇവിടെ ചേട്ടൻ ഇവിടെ നിൽക്കുക. അപ്പോൾ ക്യാമ്പ് റെഡി ആയിട്ട് വന്ന ക്യാമ്പുണ്ട്. ഇപ്പോൾ 3 ദിവസം ക്യാമ്പുണ്ട് ഇവിടെ. അപ്പോൾ അവർ പങ്കെടുക്കുക. മിക്കവാറും ഒരുവിധം വേഷങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ചേട്ടൻ സിനിമയിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പോയിട്ട് വൈകിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വൈകിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് പുള്ളി. പിന്നെ അതിനകത്ത് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും പുള്ളി വിളിച്ചു കഴിഞ്ഞിട്ട് ചേട്ടാ സ്മോൾ അടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വല്ലപ്പോഴൊക്കെ നല്ല കമ്പനി IAS IPS ഞാൻ പറഞ്ഞതല്ല ചേട്ടയ്ക്ക് ഈ സ്മോൾ കഴിക്കാമെന്ന് പറയുന്നത് അത് നമ്മളൊരു രസം ഒരു സന്തോഷം അവർക്ക് അങ്ങനെയുള്ള ഇതാണ്. ഇത് ഈ ടീം ശരിയല്ലെങ്കിൽ ഇത് ആകെ പ്രശ്നങ്ങളായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ടീം ശരിയല്ലെങ്കിൽ ഞാൻ പറയാൻ മദ്യപിക്കില്ല എന്ന് പറയും. അല്ലാത്തപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ നാടകത്തിനൊന്നും മദ്യപിച്ച് നാടകം കളിച്ചിട്ടില്ല എന്ന് പറയും. ഇത്രയും നാടകം കളിച്ചെങ്കിൽ ഞാൻ മദ്യപിച്ച് നാടകം കളിച്ചിട്ടില്ല. കാരണം എനിക്ക് പൂർവികരുടെ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് മദ്യപിച്ച് നാടകം കളിച്ചിട്ടില്ല. ട്രൂപ്പിലും സ്ട്രിക്റ്റാണ്. ക്യാമ്പിൽ മദ്യപിച്ച് വരാൻ പാടില്ല, വണ്ടിയിലും മദ്യപിച്ച് കയറ്റില്ല, അങ്ങനെ പുകവലിയും പാടില്ല. അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ തന്നെ എനിക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് എടുത്തിരുന്നതൊക്കെ. അല്ലാത്തപ്പോൾ ഞാൻ കമ്പനി കൂടും, ഒരു 2 കഴിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ കാരണം ഇതിനകത്തൊരു പോലീസുകാരൻ്റെ വേഷം. അത് കേസ് അന്വേഷിച്ച് വരുന്നതാണ്. ഒരു കുട്ടിയെ കാണാതായിട്ട് കേസ് അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ പുള്ളി 2 കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ മദ്യപിച്ചില്ല. ഞാൻ ഇതുവരെ കഴിച്ചില്ല. എനിക്കതുകൊണ്ട് ഇതിൻ്റെ അപ്പോൾ ചേട്ടനെ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടൻ അത് കറക്റ്റ് ചേട്ടൻ്റെ ഐഡിയയിൽ ചെയ്തോ. കാര്യം ഇപ്പോൾ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചേട്ടൻ്റെ ഐഡിയ അനുസരിച്ച് അത് മനസ്സിൽ ആ ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് തന്നൊരു 3-4 ഡയലോഗുള്ളൊരു സാധനം തന്നു. അപ്പോൾ അത് പഠിച്ചിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു വൈകുന്നേരപ്പോഴേക്കും നോക്കാമെന്ന് പറഞ്ഞു. നോക്കി അപ്പോൾ ഓക്കെ അങ്ങനെ ഫിക്സ് ചെയ്തു. പോലീസുകാരൻ്റെ യൂണിഫോമിൻ്റെ അളവൊക്കെ എടുത്ത് പേരൊക്കെ എഴുതിയൊക്കെ വെച്ച് എല്ലാം വീട്ടിലേക്ക് കയറ്റി സമ്മതിച്ചു. പിറ്റേ ദിവസം മമ്മൂക്ക വന്നിരിക്കണം. മമ്മൂക്ക വന്ന് പുള്ളി ഇതൊക്കെ എല്ലാവരും നോക്കി. അങ്ങനെ പുള്ളിയെല്ലാം ഞങ്ങളെ വിളിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തായാലും ഇനി വിളിക്കിട്ടുമെന്ന് പറഞ്ഞു. കുറേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി മഴ കാരണം എൻ്റെ ഷൂട്ട് മാറ്റി വെച്ചു. എന്തായാലും ഒരു ദിവസം വിളിക്കാമെന്ന് ഒരു ബസ്സിയുടെ ക്യാമ്പ് ഇതാണ് കോട്ടയത്ത് MGM കോളേജിൽ വരണം. അല്ല MGM കോളേജിലില്ല, കോട്ടയത്തൊരു സ്ഥലം പറഞ്ഞു. എൻ്റെ സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് പിന്നെ രാവിലെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു ആസ്പത്രി സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എന്നെ വിളിച്ചത്. അപ്പോൾ പുള്ളീനെ അവിടെ ചെന്ന് വിളിച്ച് കണ്ട് പുള്ളി ചേട്ടാ അത് ഇവിടെ ഈ ഭക്ഷണം ചായ ഇതൊക്കെ വരുമ്പോഴൊക്കെ ചേട്ടൻ കഴിച്ചോളൂ കേട്ടോ, ഞങ്ങളിതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല, ചേട്ടൻ്റെ സീൻ അപ്പോൾ ആയിട്ടില്ല അവിടെ. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ വന്നെങ്കിലും കുറച്ച് കഴിപ്പിക്കും. സീൻ കഴിഞ്ഞപ്പോൾ പോലീസ് സാറ് വന്നു. അപ്പോൾ പോലീസ് ഇട്ടാ വാ ഭക്ഷണം കഴിച്ചോ. അപ്പോൾ ചേട്ടൻ്റെ സീൻ ഇവിടെയല്ല, അത് നമ്മുടെ കോട്ടയത്താണ്. അപ്പോൾ സീനിലൊരു റോളൊരു ചേഞ്ച് ഉണ്ട്, നമുക്കൂടെ ഇവിടെ തന്നെയാണ് എന്നോട് എവിടെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഞാൻ വണ്ടിയിൽ ചിരിച്ചു. അങ്ങനെയാണ് MGM കോളേജ് അവിടെ MGM കോളേജിലാണ് കോട്ടയത്ത്. അവിടെ സന്ധ്യാവാറായി. അവിടെ ചെന്നപ്പോഴേക്കും തന്നെ ഒരു യൂണിഫോം എടുത്ത് ഒരു വെള്ള പാൻസും ഒരു ഷർട്ടും എടുത്തിരുന്നു. അത് ഞാൻ അവിടെ തന്നെ ഇരുന്ന് വേഗം മാറി മേക്കപ്പ് ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും വിളിച്ച് വേഗം വരാൻ പറയട്ടെ, നൃത്തം മതി ലേറ്റ് പോകണം, അതിന് മുമ്പ് എടുക്കണം. അങ്ങനെ അവിടെ പുള്ളി വന്നിരിക്കുന്നു. അപ്പോൾ നല്ല ഹൈറ്റിലാണ് എൻ്റെ ഇത്. അപ്പോൾ പുള്ളി അവിടെ കൂടെയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്ന് ഈ കളക്ടറെ കാണാൻ വന്നിട്ട്, കളക്ടറേറ്റ് പ്യൂണാണ് എൻ്റെ ക്യാരക്ടർ, അവിടെ ഇരിക്കണം. അപ്പോൾ ഡയലോഗ് പറഞ്ഞു തന്നു. അപ്പോൾ മമ്മൂക്ക അവിടെ നിന്നിട്ട് അതെ ആ ചേട്ടനോട് ഈ കളക്ടറേറ്റിലെ പ്യൂണെന്ന് പറഞ്ഞാൽ കളക്ടറേക്കാരും വലിയ ആളെന്നായിരിക്കും ഇരിക്കണം. അപ്പം ബ്ലസ്സി കൈകൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞു, കാരണം ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ സീൻ എടുക്കാൻ എടുത്ത് എന്ന് പറഞ്ഞു. റിഹേഴ്സൽ നോക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവിടെ അത് ഒരു ചെറിയൊരു ചേഞ്ച് പറഞ്ഞു. ആ ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഡ്രസ്സ് പറയുന്നതിൽ അപ്പോൾ ഒറ്റ ഡയലോഗുള്ളൂ, ഡേയ് കുംഭകർണ സേവ മതിയായില്ലേ വാ എന്ന് പറയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് വരുന്നതാണ്. നോക്കിയിട്ട് അത് ചേട്ടാ ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡേ കുംഭകർണ സേവ മതിയായി, അത് ആ സാധനം കുംഭകർണ സേവ മതിയായില്ല. ഇങ്ങനെ നടന്നു വരുന്നു, അത് പുള്ളി ഇരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ പുള്ളി നിൽക്കുകയാണ്. നോക്കി ഡേ അപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടി, കുംഭകർണ സേവ മതിയായില്ലേ വാ എന്ന് പോകുന്നു. പുള്ളി പിറകെ ഒറ്റ ടേക്കിലും ഓക്കെ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു പുള്ളിയുടെ ശ്രീകുമാർ എന്നൊക്കെ പേരും താടി കോർത്തിട്ട് പത്മനാഭൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് നടൻ. അപ്പോൾ പുള്ളിയുണ്ട് കൂടെ, പുള്ളി എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്.
അപ്പോൾ പുള്ളി ഇവരായിട്ട് പഴയ കമ്പനിയാണ്. പുള്ളി ഇടിക്കുമ്പോൾ പെണ്ണൊക്കെ കണ്ണിറുക്കി കാണിച്ച് ഒക്കെ അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. പക്ഷേ മറ്റേ സീനായിരുന്നു വേഷമായിരുന്നെങ്കിൽ പുള്ളിയായിട്ട് കുറച്ചുകൂടി മിങ്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്കിലും ആ സാധനം പുള്ളി അത് പാട്ട് സീനിലിട്ടു. അത് കാരണം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച പടം അങ്ങനെ മമ്മൂട്ടി കൂടെ വന്നു. ഇപ്പൊ നമ്മളെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? പൗലോസ് അച്ഛന്റെ മകനാണ് അല്ലേട്ടാ സുധിച്ചേട്ടൻ. സുധിച്ചേട്ടൻ മുഴുവൻ പേര് എങ്ങനെയാ? സുധി പൗലോസ്. സുധി പൗലോസ്. ഓക്കെ, ഞാൻ വല്ല സുധീന്ന് ഷോർട്ട് ആയിട്ടല്ലെങ്കിൽ സുധീഷ് അങ്ങനെ വല്ലതും ഉണ്ടോന്ന് പറഞ്ഞിട്ട് സുധി പൗലോസ്. അച്ഛന് 3 മക്കൾ അല്ലേ? ഇത് മകൻ നടുക്കത്തത്. 2 സുധി സുചി. എല്ലാരും ഞങ്ങളെല്ലാരും സുവാണ്. വൈഫ് സുശീല. സുശീല. അച്ഛൻ അഭിനയിച്ച പടം തിയേറ്ററിൽ പോയി കണ്ടോ? ഞങ്ങൾ കണ്ടിരുന്നു ഈ പടം. കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു സർപ്രൈസ് ആയിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ക്യാരക്ടർ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ഇതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ ഞാൻ അവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായി. ഡാഡിക്ക് പറഞ്ഞൊരു പടമുണ്ട്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല ക്യാരക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് അന്ന് ഫിക്സ് ആക്കിയിട്ടില്ല ശരിക്കും. പിന്നെ ഞാൻ വൈഫിന്റെ കുട്ടികളുടെ ഇതിന് വേണ്ടിയിട്ട് മൂവാറ്റൂർ പോകണ്ടായി. ആ സമയത്ത് എന്റെ ഷൂട്ടിങ് തുടങ്ങിയില്ലേ? അതെ, ആ സമയത്ത് എന്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ട് അപ്പോഴും ഡാഡി ക്യാരക്ടറെ പറ്റി പറയണമെന്നില്ല എടുത്ത് സീക്രട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഡാഡി ഇപ്പൊ കുറെ വർഷം 50-51 വർഷമായി. അപ്പൊ ഇങ്ങനെ കലാകാരന്മാരുടെ ജീവിതം നമുക്കറിയാം, അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അതെ അതെ, പുള്ളി കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞ വെച്ചാളാ. അപ്പൊ അതിന് അവരെ സംബന്ധിച്ച് കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു ഡാഡി നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. പിന്നെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഈഗോ പോലത്തെ ഉണ്ടാവും. അത് മൊത്തം കലാകാരന്മാർക്ക് ഉണ്ടാവും. അത് അവരൊരു അതാണ് അവരെ ബൂസ്റ്റാണ് ശരിക്കും മുന്നോട്ടുള്ളത് ഇതിനകത്ത്. എനിക്ക് കലയില്ലാത്തോണ്ടാ അഹങ്കാരം ഇല്ലാത്ത. അത് എനിക്ക് ഒട്ടില്ല കലയുണ്ട്, പക്ഷെ റയർ പീസൊക്കെ ഉണ്ടാവില്ല അങ്ങനെ. ചുമ്മാ പറഞ്ഞത് കല. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കലാകാരന്മാരാണെന്ന് പറയുന്നവര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും ഞാൻ, അതായത് ഞാൻ എന്ന ഭാവത്തിലാണ് പലരും. നിങ്ങൾക്കറിയില്ല എന്നെ ഞാൻ എന്തോന്നടേ. അത് പണ്ട് തന്നെ ഇവിടെ കൂട്ടുകാരന്മാര് വിളിക്കുമ്പോ പുള്ളി ഫോൺ എടുക്കും, ഡാഡി എന്തിട്ട് സംസാരം ഹലോ വീട്ടിൽ നാടകം നോക്കും. ചേട്ടനൊരു കളിയാക്കൽ ഏറ്റിട്ടുണ്ടല്ലേ? കളിയാക്കല്ല, ഞാനത് എപ്പോഴും ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണത്, കളിയാക്കലല്ല. അപ്പൊ പുള്ളി വീട്ടിൽ നാടകം കളിക്കണ്ടോ നോക്കും. മറ്റേ ചായ കൊണ്ടുപോവാ അങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തറിയോ, നമ്മളിപ്പോ ഫോൺ എടുക്കുമ്പോ ഹലോ അതെ എന്താ ബാസിലെ സംസാരിക്കണം. എന്റെ ശബ്ദം സാധാരണ ശബ്ദമുണ്ട്, ഇതേ ഉണ്ടാക്കിയിട്ട് ശബ്ദമാണ് ബാസ്. മറ്റേ സാധാരണ ശബ്ദത്തിൽ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതേ ഞാൻ ഇങ്ങനെ ചെവി കൊടുക്കുമായിരുന്നു. എന്നതാ ഈ പറയുന്നത്, എന്നതാ എന്റെ പ്രേക്ഷകർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങള്. ബാസിൽ സംസാരിക്കണം. അതെ, നമ്മള് സാധകം ചെയ്തുണ്ടാക്കിയെടുത്തത് ആണല്ലേ? എന്റെ ബാസൊക്കെ അങ്ങനെ വേണം. കരച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മറ്റേ ഞാൻ പറഞ്ഞല്ലോ, പ്രമോദേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവന് കേൾക്കുന്ന അതേ ഇതില് ഏറ്റവും അങ്ങേറ്റത്തിരിക്കുന്നവന്. ഉത്സവപ്പറമ്പ് പള്ളിപ്പറമ്പ് എത്ര ആയിരങ്ങൾ വന്നിരിക്കുന്നതാണ് വൈഡ് ഇതിനകത്ത് ചെയ്യേണ്ടത്. നമ്മൾ വിഷയത്തിലേക്ക് വന്ന് സിനിമ തെന്നി മാറല്ലേ? സിനിമ ഞങ്ങള് പെങ്ങന്മാരും പിള്ളേരൊക്കെ എല്ലാരും വെച്ച് പോയിട്ട് കണ്ട. അമ്മ ഉണ്ടായില്ല, പെങ്ങന്മാർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇല്ല, കൊച്ചുമക്കും അറിയത്തില്ല. ഇത്രയോട്ട് വേഷമാണ്, ഇത്ര ഒരു നല്ല വേഷമാണെന്ന് ആർക്കറിയില്ലായിരുന്നു. അല്ല, അതിനകത്തൊരു നെഗറ്റീവ് ചായ ഉണ്ടല്ലോ. നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാ. വാട്ടവർ നമ്മള് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ല, നടന്മാരെ സംബന്ധിച്ച് നെഗറ്റീവ് എന്തായാലും കലാകാരനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. അതൊരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, ശരിക്കും അത്ഭുതപ്പെടുത്തി ഡാഡി. അത് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, ആള് 19 വർഷമായി നാടകം ഇതൊക്കെ നടന്നെങ്കിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് നാടകത്തെ പറ്റി അത്ര അറിയില്ല. ഞങ്ങളുടെ തലമുറയ്ക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ നാടകം കാണാനും അതിനുവേണ്ടി ഉറക്കൊളിച്ച് പോയിട്ട് അവിടെയൊക്കെ എല്ലായിടത്തും നാടകം പോകും. പണ്ട് പറയും ചെന്നപ്പുറത്ത് കോലുകൊണ്ടെടുത്ത് പോകുന്ന പറഞ്ഞാല് നമ്മളെല്ലായിടത്തും പോയി നാടകം എല്ലാം കാണും. പക്ഷെ അറിയപ്പെടുന്നില്ല അവരിങ്ങനെ, അത്ര കണ്ട് അറിയപ്പെടുന്നു. പക്ഷെ ഇപ്പം മീഡിയയും കാര്യങ്ങളൊക്കെ വന്ന് അപ്പൊ ഒരു സിനിമയിൽ നല്ല വേഷം കിട്ടി. പെങ്ങന്മാരൊക്കെ കരഞ്ഞ? ഇളയ പെങ്ങളെ കരഞ്ഞാണ്ടാവും, അവള് ഡാഡിയുടെ പെറ്റാണ്. ചേച്ചി ഇത്രയും ബോൾഡാണ്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇളയമാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടായി. അച്ഛന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് അത്രയും സാധനം പിടിച്ചില്ലേ? ഞാനാണെങ്കിൽ അത് ഭാവാൻ്റെ അതിനകത്തൊരു ഇതെന്താന്ന് ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. ഫിലിമില് ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ആസ്വദിച്ചോ?
കാരണം തിയേറ്ററിൽ നിങ്ങൾക്ക് ഇത് ഡാഡിയാണ്, ഞങ്ങൾക്കൊക്കെ ഇതൊരു ആർട്ടിസ്റ്റാണ്, ഒരു അഭിനേത അല്ലെങ്കിൽ അപ്പൂപ്പനാണ്. ഞങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് ഞാൻ അപ്പൂപ്പന്റെ അടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ലയിച്ചാണ് പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഡാഡി ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്തത്? ഇല്ല, ആ സമയത്ത് ഡാഡിയായിട്ട് ഫീൽ ചെയ്തില്ല ശരിക്കും. ഞാനൊരു മൈൻഡിലെ കണ്ടത്. പെങ്ങന്മാരുടെ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചേച്ചിയും അങ്ങനെ ആയിരിക്കും എടുത്തത്. ഇളയ പെങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അത് ചിലപ്പോ ഇത് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും പറഞ്ഞോ? അവർക്ക് പിള്ളേർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ബികോം പറഞ്ഞില്ലേ 3ാമത്തെ വർഷം, ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ SLC. അവരെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും. ഇളയ കൊച്ച്, അവൾക്ക് 4 വയസ്സായിട്ടുള്ളൂ, മൂത്തവളുടെ ഇളയ കൊച്ചിനെ. അവൾ എൻ്റെ മടിയിലിരുന്ന സിനിമ കണ്ടു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അവൾക്ക് ശല്യം ചെയ്യും, അല്ലെങ്കിൽ അമ്മേനെ ശല്യം ചെയ്തുകൊണ്ട്. പക്ഷേ അവൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഡാഡി എടുത്തുകൊണ്ടെന്ന് പറഞ്ഞത് എൻ്റെ മടിയിലിരുന്ന കണ്ടേ. ഇത് കണ്ട് മരിച്ചൊക്കെ കഴിഞ്ഞ് അപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മരിച്ച് കുറേ കഴിഞ്ഞ് പിന്നെ മരിച്ച് പിന്നെ അതൊക്കെ പല സ്ഥലത്ത് കൊണ്ടുപോകണം, ആ ട്രോളിയിലൊക്കെ. അപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. അത് എനിക്ക് അവൾക്ക് ഇതായി, ആ ട്രോളിയിലൊക്കെ വെച്ച് കൊണ്ടുവന്ന് തോന്നും, മനുഷ്യത്തേലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതായി. പക്ഷേ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മോട് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെ ഡാഡി മരിച്ച് ഞാൻ അതിനെ കത്തിച്ചില്ല, പിന്നെ ഡാഡി നമ്മുടെ അടുത്ത് ഇപ്പോൾ പിന്നെ വന്നല്ലോ, സിനിമയല്ലേ കൊച്ചുങ്ങളാ, പിള്ളേർക്കത്. 4 വയസ്സായിട്ടുള്ളൂ. അച്ഛന് ഈ ട്രെയിലറിങ് ആയതുകൊണ്ടാണ് ഈ പാൻറ് ഷർട്ടും. ഞാൻ പാൻസ് ഉപയോഗിക്കാറുള്ളൂ. എത്ര വെച്ചാൽ എളുപ്പമുണ്ട്. കാരണം ഇനി പിന്നെ മറ്റേ നമ്മൾ ചിലരുടെ അടുത്ത് മുണ്ട് അഴിച്ചിടണം, മുണ്ട് കുത്താൻ പറ്റില്ല. ഇത് എൻ്റെ ആ ഒരു സുഖമായിട്ട് വാള് വെച്ചത് ഒറിജിനലാണോ അതിനകത്ത്? അതെന്തോ സാധനം കലക്കി തന്നാണല്ലോ. ശരിക്കും അതിനകത്ത് വേറെ സാധനം കിട്ടും, കപ്പലിൻ്റെ അത് കിട്ടും. നമ്മൾ ബാറിയുന്നില്ല തന്നെ. അപ്പോൾ ആ സാധനം ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അതൊക്കെ എത്ര പ്രാവശ്യം എടുത്തെന്ന് അറിയാം. ആണല്ലേ? ഏതാ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത്? ഏതാ ഉള്ളത്? അത് പറയാൻ പറ്റും. മിക്കവാറും എല്ലാം കൂടുതൽ ടേക്കിൽ എടുക്കാറ്. കാരണം എനിക്ക് ചിലപ്പോൾ നമ്മുടെ കുഴപ്പമുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ലൈറ്റിൻ്റെ വരാം, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വരാം. അപ്പം അങ്ങനെ റീടേക്ക് കുറേ വരും. അപ്പോൾ അതിൻ്റെ ബേസിൽ പറയും ഈ ബോഡിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് പോകും, അല്ലെങ്കിൽ അത് പോകും, ഒരു വീണ്ടും കൊടുത്തുകൊണ്ട് കാട്ടിക്കൂടെയൊക്കെ ഒരു 10 പ്രാവശ്യം എടുത്തിട്ടുണ്ടാവും, മതിലിൻ്റെ മുള്ളിൽ കൊണ്ടുപോയിക്കുന്നതും അതൊക്കെ ആയിട്ടൊക്കെ. ഈ ഇവർക്കിടയിലുള്ള സംഭാഷണം കേട്ട് ചിരിക്കാൻ പറ്റി. മറ്റേത് ഈ സിനിമയിൽ ഇന്നലെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ കണ്ടു. പല കൂടെ അഭിനയിക്കുന്നവരുടെ അഭിനയം കണ്ടിട്ട്, ജഗതിയുടെയൊക്കെ അഭിനയം കണ്ടിട്ട് മോഹൻലാൽ പോലും ചിരിച്ചു പോകുന്നത്, ഹരിശ്രീ അശോകന്റെ കണ്ടിട്ട്, ദിലീപും പഞ്ചാബ് അഭിനയത്തിൽ ഇങ്ങനെ ചിരി അടക്കി പിടിക്കുന്ന പോലെ ഉണ്ട്. അതായത് ഇവരുടെ തമ്മിലുള്ള ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അച്ഛൻ കേട്ട് കിടക്കുമല്ലോ, അച്ഛൻ ചക്രം എന്ന് പറയുന്നത് അതിനകത്തല്ലോ. ഡയലോഗ് ഡെലിവറിയിൽ എന്തെങ്കിലും ചിരി വന്നിരുന്നോ? ഞാൻ പറഞ്ഞില്ല, അതല്ലേ പറഞ്ഞു, മരിച്ച് ഇനി എന്നോട് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, അവരെന്ത് കാണിച്ചാലും എനിക്കറിയില്ല. എനിക്ക് പിന്നെ നമ്മള് പുറലോകമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. ആ ശവക്കോട്ടയൊക്കെ ഒറിജിനലായിരുന്നു. അതൊരു 2-3 ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത്. കളമശ്ശേരിയിലൊരു സ്കൂൾ എൻ്റെ ബാക്കിലാണ്, വലിയ ഫുട്ബോൾ ഗ്രൗണ്ട്, മാച്ചൊക്കെ കിടക്കുന്നത്. എൻ്റെ ബാക്കിലൊരു സ്ഥലം ഇങ്ങനെ കിടപ്പുണ്ട്, കയറിയും കിടക്കുന്ന ആ സ്ഥലം. അത് സിമിത്തേരിയൊക്കെ ആ സെറ്റിന് എത്ര എല്ലാ കല്ലറൊക്കെ ഉണ്ടാക്കിയേക്കല്ലേ, ആ മതിലൊക്കെ സെറ്റ് തന്നെയാണ്. സെറ്റാണല്ലേ? ഓക്കെ ഓക്കെ. ആ മതിലിൻ്റെ മോളിൽ നിന്ന് അതെനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയുണ്ട് അതിനകത്ത്. അച്ഛനെ തൂക്കിയിട്ടതല്ലേ? ഞാനത് ചോദിക്കണം എന്ന് ഓർത്ത. ഞാൻ എൻ്റെ മെയിൻ അതായിരുന്നു, ആ തൂക്കിയിട്ടതേ വല്ല ഞാൻ തൂങ്ങിക്കിടക്കുന്നത് എന്ത് പറ്റിയത്? അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഈ എൻ്റെ കയറ്റി കേൾക്കില്ലോ, കയറ്റി കിടത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ബേസിൽ ഇപ്പോൾ സിജുവിൻ്റെ മടിയിലാണ് എൻ്റെ തല ഇരിക്കുന്നത്. അപ്പോൾ ബേസിൽ ഈ ചാടി കിടക്കണം, അതിൽ ചാടുമ്പോൾ പുള്ളിയുടെ കാല് തട്ടിയിട്ട് എൻ്റെ കാല് താഴേക്ക് പോവാണ്. അത് അങ്ങനെയാണ് സീൻ അങ്ങനെ. അതാണ് സംഭവം. തട്ടിപ്പോണ്ട് പുള്ളി ചാടി കിടക്കണം. അപ്പോൾ അത് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ ഞാൻ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മളത് ആ പോക്കിൽ തൂങ്ങിയതായിട്ടാണല്ലോ. ഇത് ഒരു രാത്രി ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവണം ഷൂട്ട് കിടക്കുമ്പോൾ സമയത്ത്. വെളുപ്പിനാണ് ഞാൻ നൈറ്റ് ഷൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ അതെടുത്ത് ഒരു 4-5 ടേക്കിന് ഒക്കെ ക്രെയിൻ വെച്ചിട്ട് മറ്റു സാധനമൊക്കെ വെച്ച് കെട്ടിയിട്ട് എല്ലാം തൂക്കിയിട്ട് എടുത്ത് കൊണ്ടുവന്നതൊക്കെ വീണ്ടും വെച്ചിട്ടെങ്കിൽ ഓക്കെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ കഴിയാറായല്ലോ. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർമാരുടെ ഒരാൾ ഒരു അരവിലാണ് എന്നെ എപ്പോഴും ഭയങ്കര കമ്പനിയാൻ. അരവിലൊരു പലിസേട്ടാ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയും എന്തുകൊണ്ട് കുഴപ്പം? അല്ല ഒന്നുകൂടി എടുത്താൽ 1 or 2 എടുത്തോ ചേട്ടന് കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, എത്ര അവിടെ എടുത്തോ വന്നത്. ഞാൻ വീണ്ടും കിട്ടി. പുള്ളിക്ക് അതങ്ങോട്ട് തൃപ്തിയായില്ല ഡയറക്ടർക്ക്.
അപ്പോൾ സീനിൽ ഒന്നും കൂടി ആ ഷോട്ട് എടുക്കാൻ വേണ്ടി എനിക്കെന്തോ ഒരു കുഴപ്പം പോലെ ഒരു തോന്നൽ മനസ്സിൽ പെട്ടെന്നൊരു എന്തോ ഒരു പ്രശ്നം പോലെ മതിലിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ മതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് എന്തോ വാചകം ഞാൻ മറന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കെന്തോ സംഭവിക്കാൻ പോകേണ്ട ഒരു തോന്നൽ. ഞാൻ അത് എനിക്കിങ്ങനെ മറ്റു സാധനം കഴിച്ച് കിട്ടിക്കല്ല ഞാൻ പിറകിൽ ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നുമില്ലാതെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എടുത്ത് സ്റ്റാർട്ട് പറഞ്ഞു. തട്ടണു, ഞാൻ പോണു. പോയിട്ട് എൻ്റെ തല പോയിട്ട് ആ സാധനം ഇങ്ങനെ ഈ കമ്പി മുള്ളുകമ്പിയുള്ള വേലിയാണ്, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ഒറിജിനൽ ഉണ്ടാക്കിക്കണം. അതിൻ്റെ ഒരു കമ്പി ഒറിജിനൽ ഇരുമ്പ് കമ്പിയാണ് ആയിരിക്കും സാധനം. അതിൽ ചെന്ന് എൻ്റെ തലയും കടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ശരിക്കല്ല കണ്ടിൽ നിന്ന് പൊന്നീച്ചവർക്കെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലുള്ള ഒരു ഭയങ്കര ഒരു സംഭവം എന്തെന്ന് പറയുന്നത് സാധനം കണ്ടിയാണ്. പക്ഷേ അവിടെയും എൻ്റെ മനസ്സിൽ ഒരിക്കലും അത് ആ ഫീൽ വന്നില്ല. ഞാൻ ബോഡി തന്നെയാണ് അപ്പോഴും. എനിക്ക് ആ സമയത്ത് പോലും എനിക്ക് വന്നിട്ടില്ല. ക്ലോസ് അല്ലാത്തതുകൊണ്ട് അറിയില്ല, എങ്കിൽ പോലും നമ്മളത് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞു തൂക്കിലൊക്കെ കഴിഞ്ഞു കട്ട് കഴിഞ്ഞിട്ട് അവരെന്നെ പിടിച്ച് സ്റ്റാൻഡായിട്ട് നിർത്തി. രണ്ടുപേരും ഇപ്പോൾ കൂടി വന്നിട്ട് എൻ്റെ ടീമുണ്ടല്ലോ, അവർ വന്നിട്ട് എടുത്ത് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിന്നതിന് ശേഷം ഞാൻ പതുക്കെ കൈ ഇങ്ങനെ തടവി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വരെ വെച്ചേക്കാണ് അറിയാൻ പറ്റില്ലേ. നോക്കിയപ്പോൾ കൈ നിറയിച്ചവരാ അവർ ചോരയിട്ടല്ല ഓർഡർ പിടിക്കണെല്ലാം കൊണ്ട് എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇരിക്കലറുടെ അവർ കൊണ്ട് ഇരുത്തിടുകയും ഐസ് കൊണ്ടുപോയിക്കിടും സാധനം ഭയങ്കര സംഭവങ്ങൾ അതൊക്കെ ആയിട്ട് എടുക്കുകയും ആസ്പത്രി ഒത്തിരി പൊട്ടിയോ കുറേ ആസ്പത്രി പോകണ്ട. എനിക്കറിയാൻ പറ്റില്ല എന്ത് സംഭവിച്ചത്, പക്ഷേ ചോര നന്നായിട്ട് വന്നിട്ടുണ്ട്, അത്രേ അറിയാവൂ. പിന്നെ പറക്കാത്തവരോട്ട് പെട്ടെന്ന് ആസ്പത്രിക്ക് കൊടുത്ത് പറഞ്ഞിട്ട് ആസ്പത്രിക്ക്. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്, നമ്മുടെ റോഡിൻ്റെ അത്ര ഇലയുണ്ട് വണ്ടിയുടെ കിടക്കുന്നത്, ആ സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇടുന്നപ്പോഴേക്കും രണ്ടുപേർ പഠിച്ചേക്കാണ്. അത് സുരേഷ് സാറാണെന്ന് തോന്നുന്നു എന്നെ പഠിച്ചേക്ക്. പിന്നെ ഇപ്പുറത്ത് ആരാന്നറിയില്ല, പുള്ളി എന്തായാലും ഉണ്ട്. പുള്ളി എപ്പോഴും ഒരു എന്നെ ഭയങ്കര കെയർ ചെയ്ത് വീണ ആളാണ് പുള്ളി. രണ്ട് ഈ ആക്ഷൻ സമയത്തൊക്കെ പല കാര്യങ്ങളും പുള്ളി വന്ന് പറഞ്ഞു തരും, ചേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി, അത്രയും ചെയ്തിട്ടുണ്ടായി. പുള്ളി എത്രയോ സീരിയസുള്ള ആളല്ലേ. അങ്ങനെ പുള്ളി എന്നെ പല കാര്യങ്ങളിലും തന്നെ സുരേഷ് കൃഷ്ണ കാണാത്തൊരു ജെന്റിലുമാണ് മാത്രമല്ല എന്നോട് ഭയങ്കര കെയറിങ്ങാണ്. എന്നിട്ട് വന്നിട്ട് പുള്ളിയും പിടിച്ചാണ് ഒരാൾ എന്നിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കുറച്ച് എന്നെ വിടാൻ പറഞ്ഞു. വിടാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വിടാനില്ല, രണ്ടും ഞാൻ പറയാം വിടേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എനിക്ക് വലിയ മെൻ്റൽ പിന്നീട് എനിക്ക് തോന്നിയിട്ടോ വിട്ടേ പറഞ്ഞു. അതെ ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നടക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒബ്ലാങ്കട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യണം എനിക്ക്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്ലാനിങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം പിടിച്ചാൽ ഞാൻ പിടിക്കേണ്ടത്. പിന്നെ ആ സാഹചര്യത്തിനോട് കൊണ്ട് എൻ്റെ കുള്ളിക്കൂടെയൊക്കെ നടന്ന് വണ്ടി ചെന്ന് കയറി സ്റ്റിച്ചില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് ഭയങ്കര സംഭവമായത്. ഇവർ എന്നിട്ട് പോലീസ് ചെയ്യുന്നവർ അൻകയറിലുള്ള ആൾക്ക് ചോദിക്കണം, മാനേജറെ കൂടെ വന്നിരുന്നത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ പുള്ളീനെ മാറ്റി നിർത്തിയിട്ട് ചേട്ടൻ ഒന്ന് പുറത്തേക്കാൻ പറഞ്ഞിട്ട് എന്നോട് ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒക്കെ. കാരണം സിനിമയെ സെറ്റിന്ന് പറയണോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് വലിയ അടിയടന്നോണോ പ്രശ്നം എന്നറിയില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് പുള്ളി ചോദിച്ചു. അപ്പം എനിക്ക് സാധനം പെട്ടെന്ന് കത്തി. ഞാൻ അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മതിലിമേന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് തെറ്റി കഴിഞ്ഞ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാല് തെറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ചത അവിടെ ചെന്നടിച്ചപ്പോൾ ഒരു കമ്പി ഉണ്ടായിരുന്നു, അപ്പോൾ ചെന്നടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിശ്വസിച്ച് കയറിയപ്പോൾ ഞാൻ അങ്ങനെ പറയണത് ഞാൻ മതിൽ ഇങ്ങനെ ചാടിൻ്റെ സീനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാടി കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം സ്ലിപ്പ് ചെയ്ത് ചാടിൽ അടിച്ചു. അപ്പോൾ വെട്ടി തന്നു. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വന്നിട്ടും ഡോക്ടർ ഇതുവരെയൊക്കെ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് ചോദിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എന്തിനും കംപ്ലയിൻ്റ് ഒന്നും തന്നെ അല്ല, ഇത് വേറെ വല്ല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി. ഒരു പ്രശ്നം എന്താ പ്രശ്നം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ചേട്ടൻ അപ്പോഴേക്കും ഇത് ഇപ്പോൾ തല അടിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവ് ഒന്നും പോലെയോ തോന്നിയോ? ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഛർദ്ദിക്കണമെന്ന് തോന്നി, ഛർദ്ദിക്കുകയും ചെയ്തു. ഇല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയിട്ട് പുള്ളിയൊക്കെ കിടത്തിയൊക്കെ നോക്കി. പിന്നെ ബാക്കിയുള്ള പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ മരുന്നൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞു. മരുന്നിൻ്റെ കാര്യം പറയും. ഞാൻ മരുന്നൊന്നും കഴിക്കാറില്ല, കാരണം ഞാൻ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്, മരുന്ന് കഴിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ സ്റ്റിച്ച് ഇടണ്ട, ഇനി വർക്ക് കണ്ടിന്യൂ ഉണ്ട്, എല്ലാ ദിവസവും വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നമുക്ക് സ്റ്റിച്ച് ഇടണ്ട, ഒരു മരുന്നിന് എഴുതിയിട്ടുണ്ട്. പുള്ളി അത് മരുന്ന് നന്നായി കഴിക്കണ്ടേ, മരുന്ന് കഴിക്കണ്ട, ഒരു ദിവസം തല കുളിക്കായിരുന്നു മതി. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എപ്പോൾ പറയണം
അപ്പോൾ വന്നിട്ട് എന്നിട്ട് അവിടെ സെറ്റിലുള്ളവരാണ് എല്ലാം സെറ്റ് ചെയ്തത് അല്ലേ? അങ്ങനെയല്ല ഇത് അറിഞ്ഞിരുന്നോ? അത് ഇപ്പഴല്ലേ അറിഞ്ഞു? ഞാൻ വരേണ്ടി വന്നു ഇതൊക്കെ അറിയാൻ. അതുപോലെ തന്നെ എന്നിട്ട് വേറെ സംഭവം ഉണ്ടായി. പിറ്റേ ദിവസം രാത്രി ഇതുപോലെ തന്നെ ഒരു 7:30 മേക്കപ്പ് ചെയ്തിട്ടിരിക്കുക. ഒരു ഫോൺ, ഹലോ ഹലോ പോലീസ് എന്ന് പറഞ്ഞ ആളാണ്. അതെ, ഞാനേ കാക്കനാട് SI ആണ്. ചേട്ടൻ ഇപ്പം എന്താ, ചേട്ടൻ എവിടെ? ഞാൻ ഇവിടെ മേക്കപ്പ് ചെയ്തിട്ടിരിക്കണം. ചേട്ടൻ ഇപ്പം എന്തെങ്കിലും ആക്സിഡൻ്റ് അല്ല, ഞാനൊരു കാല് തെറ്റി വീണതാണ്. അതല്ലേ അതല്ലേ അതെ ചേട്ടൻ കുഴപ്പമില്ലുണ്ട്. ഇല്ല കുഴപ്പമില്ല, അത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കംപ്ലൈൻറ്റ് ഞാൻ കാല് തെറ്റി വീണതാണ്. ഞങ്ങളുടെ കേരള പോലീസ് കുഴപ്പമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പം പലതും നമ്മൾ വാർത്തയിൽ കാണുന്നില്ലേ, ഒരു എങ്ങനെയൊക്കെ നമ്മൾ പറയും ഇത് മരണമാണെന്ന്, സ്വാഭാവിക മരണമാണെന്ന് വിചാരിച്ചിട്ട് കൊലപാതകം വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു ഇതേ ഞാൻ നേരിട്ട് ചേട്ടൻ്റെ വന്നെടുത്ത് വന്നിട്ട് ആണ് ഈ ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ എന്നാൽ ഡോക്ടർ ചേട്ടനെ പറ്റി പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഇല്ല, ഞാൻ പറയും ഒരു പ്രശ്നം സാറേ, ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മുറി ഞാൻ പറഞ്ഞു അത് ഒരു സാധനമൊക്കെ വെച്ച് അവിടെ രോമമൊക്കെ പിടിപ്പിച്ചേക്കാണ്. അങ്ങനെ വേറെ സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയില്ലേ, പറഞ്ഞാൽ അതറിയില്ല, അറിയാതെ അവരത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പം മുറിവ് ഓക്കെ ആയില്ലേ? അതെ, അത് 3-ാം ദിവസം. അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ടോവിനെ വിളിച്ചു. ടോവിനോ ഈ മറ്റേ ARM-ൻ്റെ പ്രൊമോഷന് വേണ്ടി ദുബായിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ട ഒരു സംഭവമാണ്. ചേട്ടൻ നല്ല ആസ്പത്രി കൊണ്ടുവന്ന് ക്ലിനിക്ക് കൊണ്ടുവന്നിട്ടൊന്നും കിട്ടും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നിട്ട് എന്നോട് ചേട്ടാ തല കണ്ടിട്ട് തല പിടിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ടോവിനോ ഫിലിംസിന് വേണ്ടി രക്തം ചിന്തി അഭിനയിച്ചൊക്കെ പുള്ളി അതുപോലെ തന്നെ ഭയങ്കര സ്നേഹം. എന്നിട്ട് അത് വൈഫും കൊച്ചിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി, ബേസിൻ്റെ കൊച്ചിനെയും വൈഫിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എല്ലാവരുമായിട്ട് നല്ലൊരു കുടുംബം, ശരിക്കും നല്ലൊരു ടീമിനോട്. അതുപോലെ തന്നെ ഡയറക്ടറും അസിസ്റ്റൻറ്റുമാരും എല്ലാം അതെ, നല്ല ടീം ആയതുകൊണ്ടാണ് അത്ര നന്നായിട്ട് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയത്. അപ്പൊ ഞാൻ ഇനി വേണ്ടി വരും ചെയ്യും അച്ഛന്റെ കുറെ കഥകളൊക്കെ കുത്തിപ്പോക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഇനി ഇരുന്ന് ചോദിക്കും, ഇനി എന്തെങ്കിലും പറയാത്തോണ്ടോ. നാളെ പോകും അല്ലേ ചേട്ടൻ? ദുബായില്. ഓക്കെ ഓക്കെ. ഇപ്പൊ 2 കുഞ്ഞുങ്ങള്. അപ്പൊ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 4 മാസമായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉച്ച മുതൽ രാവിലെ പോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാം. അച്ഛന് 4 മണിക്ക് പരിപാടി ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല, കാരണം ഞാൻ ഇത്രയും വലിയൊരു ദീർഘമായിട്ട് എടുക്കാൻ കാരണം ഇതുവരെ അച്ഛനെ ആരും ഇത്തരം സിംഗിൾ ഇന്റർവ്യൂ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ അച്ഛനെ കുറിച്ച് റൈറ്റപ്പ് എഴുതുന്നുണ്ട്. അതിൽ നിന്നാണ് ഞാനും കണ്ടുപിടിച്ചത്. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. ചേട്ടൻ പറഞ്ഞതുപോലെ 50 വർഷം ഒരാൾ നാടകത്തിൽ നിൽക്കുക, അത് ഗുരുപൂജ അല്ലേട്ടാ, ഗുരുപൂജ ഗുരുപൂജ പുരസ്കാരം കിട്ടുക, അതിനുശേഷം സിനിമ ഒരു സ്വപ്നം അല്ലെങ്കിൽ പാഷനായിട്ട് നടന്ന സമയത്ത് അത് നമ്മളെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇന്ന് അത് ഏറ്റവും നല്ല രീതിയിൽ എത്തുക, ചർച്ച ചെയ്യുക. അച്ഛൻ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എൻ്റെ കൂടെ സെൽഫി എടുക്കാമെന്ന് ചോദിക്കുമ്പോഴല്ലോ, ആക്ച്വലി ആ ചോദിക്കുന്നവരെ കഴിഞ്ഞ സന്തോഷം നമുക്കാ. നമ്മളെന്തോ ആയി എന്നല്ല, നമ്മൾ ആഗ്രഹിച്ചത് അത് ലേറ്റ് ആണെങ്കിലും കലാകാരന്റെ മനസ്സാണ്. അതെ അതെ. നമ്മളവിടെ സെൽഫി ചോദിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്താണെന്നറിയോ? അയ്യോ ഞാനിതൊക്കെ സ്വപ്നം, അതായത് നമ്മൾ അത്രയൊക്കെ ആയല്ലേ. അതായത് അഹങ്കാരത്തിന്റെ അല്ല, നമ്മൾ ഭയങ്കര പ്രൗഡാണ്. നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് കിട്ടിയതാണ്. അതാണ് അതെന്താണ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ചേച്ചിയുടെ ആളെ കുഞ്ഞിനോട് പറ, അഭിനയമാണ്. അപ്പൊ ഇനി അടുത്തത് വരാനുണ്ടെന്നല്ലേ പറഞ്ഞ പുതിയ സിനിമ വരാനുണ്ട്, പറഞ്ഞു വെച്ചു. ഉള്ളിയാ. പിന്നെ ഫാലിമിയില് കാസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷെ എന്താ പറയാ കപ്പിനും ചുണ്ടോടും ഇടയുള്ള സമയത്ത് അത് പോയി അല്ലേ, അത് പോയി. കുഴപ്പമില്ലെന്ന്, ഇതിനു വേണ്ടിയിട്ടല്ല വിളിക്കില്ല. ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചവര് ഫീൽഡിലുള്ള ആളായിരിക്കും ചെയ്യണം, അതുകൊണ്ടാണ്. പിന്നെ അതിനല്ല ഫിസിക്കലായിട്ട് ഒക്കെ ആയിരിക്കണം. അതെ, ഫിസിക്കൽ അച്ഛനത് ഊന്നി പറയുന്നുണ്ട്. അത് പറയേണ്ടത് പ്രത്യേകതയാണ്. കാരണം അച്ഛൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം തീരുമാനിച്ചു വെച്ചേക്കുന്നത്. പള്ളിയിൽ നടന്നേ പോകുള്ളൂ, നടന്നേ പോകുള്ളൂ. കുറേ നടക്കാൻ 10 മണിക്കൂർ എടുത്തിട്ട് നടന്നു പോകുള്ളൂ. 2.5 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല താങ്ങിയിരിക്കുന്ന പോലും അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും എന്നോട് സംസാരിച്ചതിലും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രേക്ഷകർ എന്താണെങ്കിലും അച്ഛനെ കാണാൻ കാത്തിരിക്കരുത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.